الدارسون الكرام أهلا ومرحبا بكم إلى درس جديد معكم മുഹമ്മദ് ഫാസിൽ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല BA അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ വിദ്യാർത്ഥികളുടെ ബേസിക് സ്ട്രക്ചർ ഓഫ് അറബിക് 1 എന്ന കോഴ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അണ്ടർസ്റ്റാൻഡിംഗ് ലാംഗ്വേജ് സ്ട്രക്ചർ 3 എന്ന മൂന്നാമത്തെ ബ്ലോക്കിൽ നിന്നുള്ള അൽ ജുംലത്തുൽ ഫിഅലിയ 1 എന്ന ഒന്നാമത്തെ യൂണിറ്റാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ജുംല എന്താണെന്നും അതിനെ ജുംലത്തുൻ ഇസ്മിയ, ജുംലത്തുൽ ഫിഅലിയ എന്നിങ്ങനെ രണ്ടായി തിരിക്കുമെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. നാമങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ജുംലകളെയാണല്ലോ നമ്മൾ ജുംല ഇസ്മിയ എന്ന് പറയുന്നത്. എന്നാൽ ജുംല ഫിഅലിയ എന്താണ്? അൽ ജുംലത്തുൽ ഫിഅലിയ വാർക്കാനുഹ, ക്രിയാവാക്യങ്ങളും അതിൻ്റെ റുക്നുകളും. അൽ ജുംലത്തുൽ ഫിഅലിയ ഹിയ അൽ ജുംലത്തുല്ലത്തി തുബ്ദഉ ബിൽ ഫിഅലി. ക്രിയാവാക്യങ്ങൾ എന്നാൽ അത് ക്രിയകൾ കൊണ്ട് തുടങ്ങപ്പെടുന്ന സെൻറ്റൻസുകളാണ്. വ യദ്ഖുലു ഫി തർക്കീബിഹ അൽ ഫിഅലു വൽ ഫായിലു. അതിൻ്റെ ഘടനയിൽ ഫിഅലും ഫായിലും പ്രവേശിക്കും. ക്രിയയും കർത്താവും അതിൻ്റെ ഘടനയിൽ പ്രവേശിക്കും. വഖദ് തഹ്തവി അലൽ മഫ്ഊൽ ബിഹി വാഹിദിൻ ഔ ഇസ്നൈനി ഹസ്ബൽ മാന വ നൗഇൽ ഫിഅലി ഫിൽ ജുംല. സെൻറ്റൻസിലെ വെർബിൻ്റെ ഇനത്തിനും അർത്ഥത്തിനും അനുസരിച്ച് ഒന്നോ രണ്ടോ ഒബ്ജക്റ്റുകളെ അത് ഉൾക്കൊള്ളും. മാഹുവൽ ഫിഅൽ ഇദൻ, എന്നാൽ എന്താണ് ഫിഅല്? നമ്മൾ പറഞ്ഞു ഫിഅൽ കൊണ്ടാണ് ഫിഅലിയായ ജുംല തുടങ്ങുന്നതെന്ന് പറഞ്ഞു. എന്നാൽ എന്താണ് ഫിഅല്? അൽ ഫിഅലു ഹുവ കലിമത്തുൻ തദുല്ലു അലാ ഹുദൂസി ഫിഅലിൻ ഫി അഹദി മിനൽ അസ്മിനത്തി സലാസ അൽ മാളി വൽ ഹാദിർ വൽ മുസ്തഖ്ബൽ. ഫിഅൽ എന്നാൽ അത് ഒരു വേർഡാണ്. തദുല്ലു അലാ ഹുദൂസി ഫിഅലിൻ, പ്രവൃത്തി സംഭവിക്കലിൻ്റെ മേലിൽ അറിയിക്കുന്ന ഒരു വേർഡ്. ഫി അഹദി മിനൽ അസ്മിനത്തി സലാസ, മൂന്നാലൊരു കാലത്തിൽ സംഭവിച്ച ഒരു പ്രവൃത്തിയുടെ മേലിൽ അറിയിക്കുന്ന വേർഡിനെയാണ് ഫിഅൽ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് മൂന്ന് കാലങ്ങൾ? അൽ മാളി പാസ്റ്റ്, വൽ ഹാദിർ പ്രസൻറ്റ്, വൽ മുസ്തഖ്ബൽ ഫ്യൂച്ചർ. നമുക്ക് ഉദാഹരണം നോക്കാം. ശരിബത്ത് തിഫ്ലു അൽ ഹലീബ, കുട്ടി പാല് കുടിച്ചു. ഈ ഉദാഹരണത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിബ എന്ന വേർഡ് അത് തദുല്ലു അല സമനിൽ മാളി, കഴിഞ്ഞു പോയ കാലത്തിൻ്റെ മേലിൽ അറിയിക്കുന്നുണ്ട്. കുടിച്ചു, കുടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ച ഒരു പ്രവൃത്തിയുടെ മേലിൽ അറിയിക്കുന്നു. അതുകൊണ്ട് അതിനെ നമുക്ക് ഫിഅൽ എന്ന് വിളിക്കാം. അപ്പോൾ ഇതിനെ നമുക്കൊരു ഫിഅലിയായ ജുംല എന്ന് പറയാം. മറ്റൊരു ഉദാഹരണം നോക്കാം. യബ്തഇദു അന്നാസു അനിൽ മുജ്രിമീൻ, ജനങ്ങൾ അക്രമികളിൽ നിന്ന് അകന്നു നിൽക്കുന്നു. ഇവിടെ യബ്തഇദു എന്ന കലിമത്തിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ തദുല്ലു അല ദമനിൽ ഹാദിരി അവിൽ മുസ്തഖ്ബലി, അത് ഭാവി കാലത്തെയോ അല്ലെങ്കിൽ വർത്തമാനകാലത്തെയോ അറിയിക്കുന്നുണ്ട്. യബ്തഇദു അകന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ അതിനെ നമുക്ക് ഫിഅൽ എന്ന് പറയാം. മറ്റൊരു ഉദാഹരണം നോക്കാം. യഫ്തതിഹുൽ വസീറു ഹഫ്ല തഖ്രീജിൽ ജാമിയത്തി, സർവകലാശാല ബിരുദദാന ചടങ്ങ് മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സയഫ്തതിഹു എന്ന കലിമത്ത് അത് ഭാവിയുടെ മേലിൽ അറിയിക്കുന്നതാണ്. ഉദ്ഘാടനം ചെയ്യും എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഉദാഹരണത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മനസ്സിലാക്കാനുണ്ട്. ഇന്ന ഫിൽ ലുഗത്തിൽ അറബിയ യുസ്തഖ്ദമുൽ ഫിഅലുൽ മുളാരിഉ ലിസമനിൽ ഹാദിരി വസമനിൽ മുസ്തഖ്ബലി. ഭാവി കാലത്തിനും വർത്തമാനകാലത്തിനും അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത് അൽ ഫിഅലുൽ മുളാരിയുടെ രൂപം തന്നെയാണ്. ഇപ്പോൾ കൈഫ നുമയ്യിസുൽ മുസ്തഖ്ബല മിനൽ ഹാദിരി, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വർത്തമാനകാലത്ത് നിന്നും ഭാവി കാലത്തെ വേർതിരിക്കുന്നത്? ബി ഇളാഫത്തി സീൻ ഔ സൗഫ ഖബ്ലൽ ഫിഅലിൽ മുളാരി യഖ്തസുൽ ഫിഅലു ലിസമനിൽ മുസ്തഖ്ബലി. മുളാരിയായ ഫിഅലിൻ്റെ മുന്നിൽ
സീനോ അല്ലെങ്കിൽ സൗഫയോ ചേർക്കൽ കൊണ്ട് ആ ഫേല് വർത്തമാനകാലത്തിനിക്ക് പ്രത്യേകമാകും. ഏതുപോലെ സയഫ്തതിഹു എന്ന് പറഞ്ഞതുപോലെ യഫ്തതിഹു എന്ന മുലാരിയായ ഫീലിൻ്റെ മുന്നിൽ സ എന്ന അക്ഷരം ചേർത്ത് കൊടുത്തു. അല്ലെങ്കിൽ സൗഫ യബ്തഇദു അകന്നു നിൽക്കും എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ സൗഫ എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ അത് വർത്തമാനകാലത്തിനിക്ക് പ്രത്യേകമാകും. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് അസ്മിനത്തുൽ ഫിഅൽ വെർബിൻ്റെ കാലങ്ങളെ മനസ്സിലായിട്ടുണ്ടാവും. ഏതൊക്കെയാണ്? അൽ ഫിഅൽ അൽ മാദി പാസ്റ്റ് ടെൻസ് യദുല്ലു അല ഹദസിൻ തമ്മ ഫി സമനിൽ മാദി കഴിഞ്ഞ കാലത്തിൽ ഒരു സംഭവം പൂർത്തിയാകലിൻ്റെ മേൽ അറിയിക്കുന്നു. യദുല്ലു അല ഹദസിൻ ഒരു സംഭവത്തിൻ്റെ മേലിൽ അറിയിക്കുന്നു. തമ്മ അത് പൂർത്തിയായിട്ടുണ്ട് ഫി സമനിൽ മാദി കഴിഞ്ഞ കാലത്തിൽ. ഇതുപോലെ ഷരിബ കുടിച്ചു, ആ കുടിക്കുക എന്നുള്ള പ്രവൃത്തി അത് കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കത്തബ എഴുതി, അതും കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് ഏതാണ്? അൽ ഫീൽ അൽ മുലാരി മുലാരിയ ഫീൽ യദുല്ലു അല ഹദസിൻ അതൊരു സംഭവത്തിൻ്റെ മേലിൽ അറിയിക്കുന്നു. യത്തിമു അത് പൂർത്തിയാകും ഫിൽ ഹാദിരി വർത്തമാനകാലത്തിൽ അത് പൂർത്തിയാവും. അവിൽ മുസ്തഖ്ബലി അല്ലെങ്കിൽ ഭാവി കാലത്തിൽ അത് പൂർത്തിയാകും. നമ്മൾ പറഞ്ഞിരുന്നു ഫീൽ മുലാരിയാണ് ഹാദിറിനും മുസ്തഖ്ബലിനും ഉപയോഗിക്കുന്നത്. രണ്ടിനും നമുക്ക് ഒരേ സീഗ തന്നെ ഉപയോഗിക്കാം. യഷ്റബു കുടിക്കുന്നു അല്ലെങ്കിൽ കുടിക്കും. യക്തുബു എഴുതുന്നു അല്ലെങ്കിൽ എഴുതും. അൽ ഫായിലു എന്താണ് ഫായിൽ എന്നാൽ? മാഹുവൽ ഫായിൽ ഫായിൽ എന്നാൽ എന്താണ്? അൽ ഫായിലു ഇസ്മുൻ മർഫൂൻ യസ്ബിഖുഹു ഫിഅലുൻ യദുല്ലു അലാ മൻ ഫഅലൽ ഫിഅല ഔ ഇത്തസഫ ബിഹി. അൽ ഫായിലു ഫായിൽ എന്നാൽ ഇസ്മുൻ മർഫൂൻ അത് റഫ് ആക്കപ്പെട്ട ഒരു ഇസ്മാണ്. യസ്ബിഖുഹു ഫിഅലുൻ അതിൻ്റെ മുന്നിലൊരു ഫിഅൽ ഉണ്ടായിരിക്കും, ഒരു വെർബ് ഉണ്ടായിരിക്കും. ഒരു വെർബ് അതിനെ മുൻകടക്കും. യദുല്ലു അലാ മൻ ഫഅലൽ ഫിഅൽ പ്രവൃത്തി ചെയ്ത ഒരുത്തൻ്റെ മേലിൽ അത് അറിയിക്കും. അങ്ങനെയുള്ള ഒരു നാമത്തെയാണ് നമ്മൾ ഫായിൽ എന്ന് പറയുന്നത്. ഔ ഇത്തസഫ ബിഹി അല്ലെങ്കിൽ ആ ഫിഅൽ കൊണ്ട് വിശേഷണം സിദ്ധിച്ച ഇസ്മ. നമുക്ക് ഉദാഹരണം നോക്കാം. ഫതഹ റജുലു അൽ ബാബ ഒരാൾ വാതിൽ തുറന്നു. ഇത് ഫഅലൽ ഫീലിനിക്ക് ഉദാഹരണമാണ്. ഫതഹ തുറന്നു. ഇവിടെ അർ റജുൽ എന്നുള്ളത് ഫായിലാണ്, ആ പ്രവൃത്തി ചെയ്ത ആളാണ്. അൽ ബാബ എന്നുള്ളത് മഫ്ഊൽ ബിഹിയാണ്, ഒബ്ജക്റ്റാണ്. മറ്റൊരു ഉദാഹരണം നോക്കാം. മാത്തൽ മരീവു രോഗി മരിച്ചു. ഇത് ഇത്തസഫ ബിൽ ഫിഅലിനിക്ക് ഉദാഹരണമാണ്. അതായത് വെർബ് കൊണ്ട് വിശേഷണം സിദ്ധിച്ചതിനിക്ക് ഉദാഹരണമാണ്. കാരണം മാത്തൽ മരീവു എന്ന് പറയുമ്പോൾ ആ മൗത്ത് എന്നുള്ള പ്രവൃത്തി ചെയ്തത് യഥാർത്ഥത്തിൽ ആ രോഗിയല്ല, മരിച്ച ആളാണ് രോഗി. ആ പ്രവൃത്തി ചെയ്ത ആൾ രോഗിയല്ല എന്നുള്ളത് കൊണ്ട് അതിനെ ഇത്തസഫ ബിൽ ഫിഅൽ എന്ന് പറയുന്നു. അപ്പോൾ ജുംലത്തുൽ ഫിഅലിയ എന്താണെന്നും ഫിഅൽ എന്താണെന്നും ഫായിൽ ആരാണെന്നും അസ്മിനത്തുൽ ഫിഅൽ ഏതൊക്കെയാണെന്നും നമുക്ക് മനസ്സിലായി. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ശുക്രൻ, മഅസ്സലാമ.